ഇനി നമുക്ക് വേണ്ടത് ഇതാ ഇതുപോലെ ക്രാഫ്റ്റിംഗ് കഴിഞ്ഞു കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബോഗൺവില്ല കട്ടിങ്സ് കിട്ടിയിട്ടുണ്ട്. ഈ കട്ടിങ്സിനെ നമ്മൾ വേര് പിടിപ്പിക്കാൻ വെക്കുന്നതിന് മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് വേര് പിടിപ്പിക്കാൻ വെക്കുന്ന പരിപാടിയാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇറക്കി വെച്ചാണ്. വെള്ളത്തിൽ ഇറക്കി വെച്ചതിൽ ഇത് നമ്മുടെ ഇതുണ്ടല്ലോ, പിന്നെ വേര് പിടിക്കാൻ വെക്കുന്ന റൂട്ടിംഗ് ഹോർമോൺ, അത് കലക്കി അതിൽ വെച്ചതാണിത്. ഇതൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രാഞ്ചാണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടോപ്പിൽ കാണുന്ന ഏരിയകളൊക്കെ ഒന്ന് വൃത്തിയാക്കി കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ബോൺസായി മോഡൽ നല്ല ബോഗൺവില്ലാക്കി മാറ്റിയെടുക്കാൻ പറ്റുമത്. അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ്, തുടങ്ങാം. അപ്പോൾ അതിന് ഞാൻ ഒരു ആക്സോ ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഈ ഫ്രെയിം കൊണ്ട് ഈ ഡാമേജ് പറ്റിയ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനാണ് ആദ്യം ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എൻ്റെ കയ്യിൽ 2 ടൈപ്പ് ആക്സോ ഫ്രെയിം ഉണ്ട്, പറയാൻ വിട്ടുപോയതാണ്. ഇതിനേക്കാണ് കുറച്ചുകൂടി നല്ലത് ഇതാണ് കട്ടിങ്ങിന് യൂസ് ചെയ്യാൻ നല്ലതെന്ന് തോന്നുന്നുണ്ട്. അത് ഇതുകൊണ്ട് കുറച്ച് ഹെവി ആയിട്ട് പിടിക്കണം നമ്മൾ. ഇതാകുമ്പോൾ പെട്ടെന്ന് സ്മൂത്തായിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്, കട്ടിങ് കിട്ടുന്നുണ്ട് പെട്ടെന്ന്. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇതുപോലൊരു കഷ്ണം. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ കാണാൻ തന്നെ ഒരു വൃത്തിയായില്ലേ. ഇനി നമുക്ക് വേണ്ടത് ഈ ആക്സോ ഫ്രെയിം കൊണ്ട് കട്ട് ചെയ്ത ഏരിയകളുണ്ടല്ലോ, ഈ ഏരിയയൊക്കെ ഒന്നുകൂടി ഇതുപോലെ നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഗ്രാഫ്റ്റിംഗ് നൈഫാണ്. ഇതൊരു ഗ്രാഫ്റ്റിംഗ് നൈഫാണ്. അപ്പോൾ ഇതുകൊണ്ട് നല്ല വൃത്തിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഈ സൈഡിലുണ്ടാകുന്ന നാരുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിക്ക് പോരും. ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അഗ്രഭാഗം ഉണ്ടല്ലോ, ഈ നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഈ ഭാഗം ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചെത്തി കൊടുക്കുക. ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഈ കട്ട് ചെയ്ത് പൊന്തിയും താണെന്നൊക്കെ പോയ ഏരിയകളൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് നേരെയാക്കി കൊടുക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ തോല് കട്ട് ചെയ്യുന്നുണ്ടൊരു കുഴപ്പമില്ല കേട്ടോ. ഇത് വേര് പിടിക്കുമ്പോൾ സെറ്റായിക്കോളും. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും സംഭവിക്കാനൊന്നുമില്ല. ഇങ്ങനെ ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് ഉണങ്ങിപ്പോകുന്നതോ വേറെ ഇഷ്യൂസൊന്നും വരാനൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, റൂട്ടിംഗ് ഹോർമോൺ ഇതിൽ മുക്കി വെച്ചുകൊണ്ട് അത് കയറിയതാണ്, വേറെ ഒന്നുമില്ല. അതൊരു കളർ വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ടോപ്പ് കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്ത ഏരിയയിലൊക്കെ ഫംഗസും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് താഴെയും മേലെയും സാഫ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഭാഗവും ഈ ഭാഗത്തും ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ, ഒരു കുഞ്ഞു ബോട്ടിൽ സാഫ്, ഒരു ബ്രഷ്, ഇത് അടിച്ചു കൊടുക്കാനുള്ളത്. ആദ്യം ഈ ബോട്ടിലിനെ നമുക്ക് പകുതി വെച്ച് കട്ട് ചെയ്യാം. അത്ര ഏരിയ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് സാഫ് എടുത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് അതൊരു പേസ്റ്റ് രൂപത്തിലാവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള രീതിയിൽ കുറച്ച് വെള്ളം ചേർക്കാം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഏരിയ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലാണ് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. താഴെയും പേടിക്കാനൊന്നുമില്ല, താഴെയും കൊടുക്കുന്നതുകൊണ്ട് താഴെയും അടിച്ചു കഴിഞ്ഞാലും യാതൊരു ടെൻഷനും വേണ്ട. ചെടി വേര് പിടിക്കാണ്ടിരിക്കുന്ന ഇഷ്യൂസൊന്നും താഴെയും കൊടുത്തു കഴിഞ്ഞാലൊന്നും വരില്ല. ഇങ്ങനെ താഴെയും മേലെയും അടിച്ചു വെച്ചു. അതുപോലെ തന്നെ നമുക്ക് അടുത്തതിനെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അടിക്കാം. ബാക്ക് വശത്തു കൂടി കുറച്ച് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സിങ് കഴിഞ്ഞു.
അടുത്തത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിന് നമുക്കിപ്പോൾ ഏതൊക്കെ ഫ്ലവേഴ്സാണ്, അതായത് ഏതൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് ആദ്യം തീരുമാനിച്ചിട്ട് നമ്മൾ അതെടുത്ത് കൊണ്ടുവച്ചിട്ട് ബാക്കി കാണിക്കാം. ആദ്യത്തെ പ്ലാന്റ് സക്കുറ ബെല്ലാക്കാൻ്റെ ഈ ഒരു ബ്രാഞ്ച് എടുക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ. രണ്ടാമത്തെ പ്ലാന്റ് ബ്രസയുടെ പീച്ച്, സോഫിയ ഇന്ത്യാന ചില്ലി റെഡ് വെറൈറ്റി, വാട്ടർമെലൺ കിസ്, ഒരു വയലറ്റ് സെപ്റ്റംബർ ഉണ്ട്. അടർന്ന പ്ലാന്റാണ്. നിലവിൽ വന്നത് മൊത്തം യെല്ലോ ആയിട്ടാണ്. ഒരു സൺറൈസ് വൈറ്റും റെഡ് വെൽവെറ്റ്, അർജുന, ചില്ലി റെഡ്, തായ് ഡിലൈറ്റ്. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ മുകളിലേക്ക് ഓരോരോ സയോണിനെ കയറ്റി കൊടുക്കുകയാണ്. ഓരോ വെറൈറ്റി ഐറ്റംസിന് ഇതിൻ്റെ മുകളിൽ കയറ്റി കൊടുക്കലാണ് പരിപാടി. അതിന് നമ്മളിപ്പോൾ ആദ്യം ഈ ഏരിയ ഉണ്ടല്ലോ, അതായത് സ്കിന്നിനോട് ചേർന്നിട്ടുള്ള ഏരിയ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തെന്ന് വെച്ചാൽ ബ്ലേഡ് കൊണ്ട് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്യണം വേണ്ടത്. അതിനിപ്പോൾ ബ്ലേഡ് എടുക്കുക, തിരിച്ചേക്കാം, സ്കിന്നോടോട് ചേർത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കിപ്പോൾ ഇതിൽ ഏതെടുക്കണ്ടേ, ഒരു ഫ്ലെയിം റെഡിൻ്റെ ആദ്യം എടുക്കാം. ലെവൽ ചെയ്തു. എന്നിട്ട് രണ്ട് സൈഡും വി കട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗം ഇങ്ങനെയും, അടുത്ത വി കട്ട് വേണ്ട, അതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കയറി നിൽക്കാൻ കണക്കാക്കിയിട്ട് മാത്രം. ഇതുപോലെ ഒരു ഭാഗം കൂടുതൽ ചെത്തിക്കളയുക, ഒരു ഭാഗം ഇതുപോലെ മറുഭാഗം കുറച്ചും കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ തൊലി ഇതിനോട് ചേർന്ന് നിൽക്കത്തക്ക എന്ത് ചെയ്യുക, ഇറക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് എയർ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടോ എന്നും കൂടി കാണണം. ഇതുപോലെ എയർ ടൈറ്റായിട്ട് നിൽക്കുമെങ്കിൽ ഇത് പിടിക്കും, അല്ലെങ്കിൽ ഇത് പിടിക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും കട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഈ തൊലിയോട് ചേർത്ത് ഇതിങ്ങനെ ടൈറ്റായി നിൽക്കുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇവിടെ ഈ രീതിയിലാണ് വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ എന്തേ ഉള്ളൂ ഈ ഗ്രാഫ്റ്റിംഗ് പിടിക്കുള്ളൂ, ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം. അടുത്തത് ഒന്ന് ഇവിടെ കൊടുക്കാം. അത് കട്ടായിപ്പോയി, ഉണ്ട് അവിടെ ഇനി ചെയ്യാൻ പറ്റില്ല. നമുക്ക് അടുത്തത് ഈ ഭാഗത്ത് കൊടുക്കാനാവും നോക്കാം. കട്ടിങ് എടുത്തു. ക്ലീൻ ചെയ്തു. ഒരു ഭാഗം നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തു. എപ്പോഴും എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടത്തക്ക രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ സൈഡ് പോലെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക.
ഈ സ്കിന്ന് അതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഇതിലേക്ക് സ്കിന്നിനോട് ചേർന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തതും അവിടെ നിന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതിപ്പോൾ 1, 2, 3, 4, 5 ടൈപ്പ് പ്ലാന്റ്സ് നമ്മളിപ്പോൾ ഓൾറെഡി ഇതിനുള്ളിൽ ഗ്രാഫ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഇതുപോലെ ഗ്രാഫ്റ്റിംഗ് ടാപ്പ് കൊണ്ട് ബൈൻഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതാണ് നമ്മളിപ്പോൾ 11 പീസ് ഇതിങ്ങനെ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 5 എണ്ണം, 3 എണ്ണം, 3 എണ്ണം ഇതാ ഇതുപോലെ ക്രാഫ്റ്റിങ് കഴിഞ്ഞു കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ അതുപോലെ വേറെയും കുറച്ച് പ്ലാന്റ്സ് ഞാനങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ മണ്ണും ഇത് ഉമിയാണ്, നെല്ലിൻ്റെ കുത്തിയൻ്റെ ബാക്കിയുള്ള വേസ്റ്റാണ് ഉമി. ഇതും സാധാ മണ്ണും മാത്രം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മണ്ണൊരുക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ ഇതിന് ഇപ്പം നിലവിൽ വേര് പിടിക്കാൻ വേണ്ടി വളത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് നടാനാണ് പോകുന്നത്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഉമിയും മണ്ണും മാത്രം മിക്സ് ആണ്, ഒരു വളവും ഇതിൽ ചേർത്തിട്ടില്ല. ഉമിയും മണ്ണും മാത്രമാണ് നമ്മൾ ചേർത്തത്. ഇതിലേക്ക് നമ്മളിതിനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇറക്കി വെച്ച് അതിലേക്ക് ഇതുപോലെ ഇറക്കി കൊടുത്ത് ഇത്രയേ വേണ്ടൂ. ഇനി നമ്മൾ ഇതിനൊരു തണലത്ത് വെച്ച് കൊടുക്കുക.
അതിനുശേഷം തണലത്ത് മാറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേര് പിടിക്കാൻ വേണ്ടി കവറിൽ വെച്ചതിന് ശേഷം ഞാൻ ഷെയ്ഡത്താണ് വെച്ചത്. നമ്മുടെ ഇവിടെ ഒരു ഏരിയൻ്റെ ഷെയ്ഡത്ത് വെച്ചാണ്. കാരണം ഇപ്പം നല്ല ചൂടായതുകൊണ്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് സക്സസ് റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചൂട് അധികം കിട്ടാത്ത ഏരിയ, തണുപ്പ് ഉള്ള ഏരിയയിലേക്ക് മാറ്റി വെച്ചാണ്. ഇനി ഇതുപോലെ കുറച്ച് ദിവസം ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തളിര് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു മാസത്തോളം ഇത് ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വെയിലത്തോട്ട് വെക്കാം.